ഫോട്ടോഷോപ്പിൽ ഈയൊരു ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫയൽ മെനുവിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്ത ശേഷം പ്രീസെറ്റ് എന്ന ഈ ഓപ്ഷനിൽ 800-600 സെലക്ട് ചെയ്യുക. ഇതിന്റെ റെസൊല്യൂഷൻ 150. ഇനി ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി ടൂൾ ബോക്സിൽ നിന്നും എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് ഒരു വൃത്തം വരയ്ക്കുക. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ലെയർ പാലറ്റിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഏരിയ ഫിൽ ചെയ്യുന്നതിനായി കളർ പിക്കറിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്ത ശേഷം പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഇത് ഫിൽ ചെയ്യാം. ഇനി സെലക്ട് മെനുവിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ഷൻ സെലക്ട് ചെയ്യുക. കീബോർഡിലെ ഷിഫ്റ്റ് ആൾട്ട് എന്നീ കീകൾ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഇതേ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഈ ഏരിയ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനായി കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഈ സെലക്ഷൻ നമുക്ക് ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ലെയറിന് ഒരു സ്റ്റൈൽ നൽകുന്നതിനായി ലെയർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ലെയർ സ്റ്റൈൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ കാണുന്ന വിൻഡോയിൽ ബെവലാൻഡ് എംബോസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം സൈസ് 25 എന്ന് നൽകുക. അതിനുശേഷം സാറ്റിൻ എന്ന ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഇതിലെ കോണ്ടൂർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിന്റെ സൈസ് 40 കൊടുക്കുക. ഇനി ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇനി കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ലെയർ പാലറ്റിലുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെലക്ഷന് ഒരു സ്ട്രോക്ക് നൽകുന്നതിനായി എഡിറ്റ് മെനുവിൽ നിന്നും സ്ട്രോക്ക് സെലക്ട് ചെയ്ത ശേഷം ഇതിന്റെ വിഡ്ത്ത് 10 എന്ന് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുന്നതിനായി സെലക്ട് മെനുവിൽ നിന്നും ഡീസെലക്ട് സെലക്ട് ചെയ്യുക. ഇനി ഈ ലെയറിന് ഒരു ലെയർ സ്റ്റൈൽ നൽകുന്നതിനായി ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ കാണുന്ന വിൻഡോയിൽ ബെവലാൻഡ് എംബോസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കാം. ഇനി ഈ ലെയറുകൾ തമ്മിൽ മെർജ് ചെയ്യുന്നതിനായി ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച ശേഷം മെർജ് ചെയ്യേണ്ട ലെയറുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെയർ മെനുവിൽ നിന്നും മെർജ് ലെയേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ അതിന്റെ ഷോർട്ട് കട്ടായ കൺട്രോൾ ഇ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇനി ഈ ലെയർ ഹൈഡ് ചെയ്തിടാം. അതിനായി ലെയർ പാലറ്റിലെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇനി ടൂൾ ബോക്സിൽ നിന്നും എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ ഉപയോഗിച്ച് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഒരു വൃത്തം വരയ്ക്കുക. ഇതിനൊരു കളർ ഫിൽ ചെയ്യുന്നതിനായി കളർ പിക്കറിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്ത് പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഈ ഏരിയ ഫിൽ ചെയ്യുക. അതിനുശേഷം സെലക്ട് മെനുവിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കീബോർഡിലെ ഷിഫ്റ്റ് ആൾട്ട് എന്നീ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഈ ഏരിയ ഡിലീറ്റ് ചെയ്യുന്നതിനായി ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് ഈ ലെയറിലുള്ള ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ലെയർ പാലറ്റിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെലക്ഷന് ഒരു സ്ട്രോക്ക് നൽകുന്നതിനായി എഡിറ്റ് മെനുവിൽ നിന്നും സ്ട്രോക്ക് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിന്റെ വിഡ്ത്ത് 5 കളർ എന്നെഴുതിയ ഈ ഓപ്ഷനിൽ നിന്നും കളർ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുന്നതിനായി സെലക്ട് മെനുവിൽ നിന്നും ഡീസെലക്ട് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ലെയറിന് ഒരു സ്റ്റൈൽ നൽകുന്നതിനായി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് ഓപ്ഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലുള്ള ബെവലാൻഡ് എംബോസ് എന്ന ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്തതായി എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ ഉപയോഗിച്ച് ഒരു ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെയർ 3 എന്ന ഈ ലെയർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. മാർക്കിംഗ് ടൂൾ ഉപയോഗിച്ച് ഈ സെലക്ഷനെ മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെച്ച ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. വീണ്ടും ഈ സെലക്ഷനെ മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെച്ച ശേഷം ഡിലീറ്റ് കീയിൽ പ്രസ് ചെയ്യുക. വീണ്ടും ഇത് ആവർത്തിക്കുക. അതിനുശേഷം ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ലെയർ അൺഹൈഡ് ചെയ്യുക. ഈ ലെയർ ട്രാൻസ്ഫോം ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ കീബോർഡിലെ കൺട്രോൾ ടി എന്നീ ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാം. ശ്രദ്ധിക്കുക, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത ശേഷം അതിനെ ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക.
ഇനി ഈ ഒബ്ജക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഈ ലെയർ സെലക്ട് ചെയ്ത് ലെയർ മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിലുള്ള Ctrl J എന്നീ ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ലെയർ 2 എന്ന ലെയറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി മൂവ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഈ ഒബ്ജക്റ്റിനെ മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. വീണ്ടും ഈ ഒബ്ജക്റ്റിന്റെ ഒരു കോപ്പി കൂടി ലഭിക്കുവാൻ വേണ്ടി കീബോർഡിലെ Ctrl J എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു കോപ്പി കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ച ഈ ലെയർ ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക. ഒരു തവണ കൂടി Ctrl J പ്രസ് ചെയ്ത് ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതിനുശേഷം ഈ 4 ലെയറുകളും മെർജ് ചെയ്യുവാൻ വേണ്ടി കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഇവിടെയുള്ള ഈ 4 ലെയറുകളും സെലക്ട് ചെയ്യുക. ലെയർ മെനുവിൽ നിന്നും മെർജ് ലെയർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിലെ Ctrl E എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ 4 ലെയറുകളും ഒറ്റ ലെയറായി മാറിയിരിക്കുകയാണ്. ലെയർ 3 എന്ന ഈ ലെയറിന് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുവാൻ ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ബോക്സിൽ നിന്നും സാറ്റിൻ സെലക്ട് ചെയ്ത ശേഷം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ സൈസ് കൂട്ടിക്കൊടുക്കുക. ഇനി OK ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ കാണുന്ന എല്ലാ ലെയറുകളും മെർജ് ചെയ്യുവാൻ വേണ്ടി കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് 3 ലെയറുകളും സെലക്ട് ചെയ്ത ശേഷം കീബോർഡിലെ Ctrl E എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് എന്ന ഈ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ കീബോർഡിൽ Ctrl U പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഈ ബോക്സിലെ കളറൈസ് എന്ന ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. OK ബട്ടണിൽ പ്രസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എലിപ്റ്റിക്കൽ മാർക്ക്യൂട്ട് ടൂൾ ഉപയോഗിച്ച് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഒരു വൃത്തം വരയ്ക്കുക. ഈ സെലക്ഷൻ ഈ ഒബ്ജക്റ്റിന്റെ നടുവിലായി വെച്ച ശേഷം ഇതിൽ ബ്ലാക്ക് കളർ ഫിൽ ചെയ്യുക. ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യാം. ഇനി കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് 2 ലെയറുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റുകൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിനായി കീബോർഡിലെ Ctrl T എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റുകളെ ഡിസോർട്ട് ചെയ്യുവാൻ വേണ്ടി മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഡിസോർട്ട് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒബ്ജക്റ്റിനെ ഈ രീതിയിൽ ഡിസോർട്ട് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഈ ലെയറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുവാൻ വേണ്ടി ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിലെ Ctrl J എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ലെയർ 1 എന്ന ഈ ലെയറിന്റെ അടിയിൽ വരുവാൻ വേണ്ടി ഈ ലെയറിൽ പ്രസ് ചെയ്ത് പിടിച്ച് ലെയർ 1 എന്ന ഈ ലെയറിന്റെ അടിയിൽ കൊണ്ടുവന്ന് മൗസ് റിലീസ് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലെയർ മൂവ് ചെയ്യുവാൻ വേണ്ടി മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതിനെ മൂവ് ചെയ്യാവുന്നതാണ്. ലെയർ 1 എന്ന ഈ ലെയർ മൂവ് ചെയ്യുവാൻ വേണ്ടി ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇത് ഈ രീതിയിൽ മൂവ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ വലിപ്പം അല്പം കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിനായി Ctrl T എന്ന ബട്ടണുകൾ കീബോർഡിൽ പ്രസ് ചെയ്ത് നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യാം. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഈ 2 ലെയറുകളും ഹൈഡ് ചെയ്ത ശേഷം ഈ ലെയർ സെലക്ട് ചെയ്ത് മാജിക് വാൻഡ് ടൂൾ ഉപയോഗിച്ച് ഇതിന്റെ ഈ ഭാഗം സെലക്ട് ചെയ്യും. ഈ ലെയർ സെലക്ട് ചെയ്ത് അൺഹൈഡ് ചെയ്ത ശേഷം ഈ സെലക്ഷനെ അല്പം മൂവ് ചെയ്ത് വെച്ച ശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ലെയർ അൺഹൈഡ് ചെയ്യാം. ഈ 3 ലെയറുകളും മെർജ് ചെയ്യുവാൻ വേണ്ടി കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് 3 ലെയറുകളും സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ Ctrl E എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. അടുത്തതായി ഇമേജിലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന ഈ മെനുവിൽ നിന്നും ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിന്റെ കോൺട്രാസ്റ്റ് അല്പം കൂട്ടിക്കൊടുക്കുക. അതിനുശേഷം OK ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി ഈ ഒബ്ജക്റ്റിന് ഒരു ഷാഡോ നൽകുവാൻ വേണ്ടി ഈ ഒബ്ജക്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി കീബോർഡിലെ Ctrl J എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ അടിയിൽ കിടക്കുന്ന ലെയർ സെലക്ട് ചെയ്ത് കീബോർഡിലെ Ctrl T എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ സെന്റർ പോയിന്റ് ഈ രീതിയിൽ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ ഒബ്ജക്റ്റ് ഡിസോർട്ട് ചെയ്യുവാൻ വേണ്ടി റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ഡിസോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ബോക്സിൽ പിടിച്ച് ഈ രീതിയിൽ ഡിസോർട്ട് ചെയ്യുക. ഷാഡോയുടെ കളർ ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ഫിൽറ്റർ എന്ന മെനുവിൽ നിന്നും ബ്ലർ എന്ന മെനു സെലക്ട് ചെയ്ത് മോഷൻ ബ്ലർ എന്ന ഈ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ വാല്യൂ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യുക. വീണ്ടും ഫിൽറ്റർ മെനുവിൽ നിന്നും ബ്ലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഗൗസിയൻ ബ്ലർ എന്ന ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഇതിന്റെ വാല്യൂ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഷാഡോയുടെ ഈ ലെയർ സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റി എന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് 75 സെറ്റ് ചെയ്യുക.